ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ്. ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന ദിവസം കടന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ ഈ ലോകത്തിലേക്ക് വന്നു, ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ഈശോയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രവർത്തനമാണ്. ഈശോയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ആളുകളെ സ്വാധീനിച്ചതെന്ന് ഒരു വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 14-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. യേശുവിൻ്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു. എങ്ങനെ യേശുവിൻ്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞത്? 2 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, യേശു പിതാവിൻ്റെ ദൗത്യത്തിന് വേണ്ടി നിന്നു. രണ്ടാമത്, യേശു ചേർത്ത് പിടിക്കേണ്ടവരെയെല്ലാം ചേർത്ത് പിടിച്ചു. എങ്ങനെ ചേർത്ത് പിടിച്ചത്? സ്നേഹവും കാരുണ്യവും ഒഴുക്കിക്കൊണ്ട്. ആരെ ചേർത്ത് പിടിച്ചത്? സമൂഹം തള്ളിക്കളഞ്ഞവരെ, പാപിനികളെ, ചുങ്കക്കാരെ, വിജാതിയരെ, മാറ്റി നിർത്തിയവരെ, ആട്ടിടയന്മാരെ, ആർക്കും വേണ്ടാത്തവരെല്ലാം ചേർത്ത് പിടിച്ച് അവർക്ക് ആവോളം സ്നേഹം കൊടുത്തു. അത് അവർക്ക് വേണ്ടതായ എല്ലാ രോഗികൾക്ക് വേണ്ടതായ സൗഖ്യങ്ങൾ കൊടുത്തു. പിശാച് ബാധിതർക്ക് വേണ്ട വിടുതൽ കൊടുത്തു. ഏതൊക്കെ അവസ്ഥയിൽ അടിമത്തത്തിലായിരുന്നോ, ഏതൊക്കെ അവസ്ഥയിൽ അശക്തരായിരുന്നോ, ആ അവസ്ഥകൾക്കെല്ലാം ഈശോ ഒരു പരിഹാരം കൊടുത്തു. അങ്ങനെ അവൻ്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു. നീയും ആഗ്രഹിക്കാറില്ലേ നിൻ്റെ പേരും പ്രസിദ്ധമാകണമെന്ന്, ഏതെങ്കിലുമൊക്കെ രീതി അറിയപ്പെടണമെന്ന്, മറ്റുള്ളവർ നല്ല വാക്ക് പറയണമെന്ന്? ഏറ്റവും ബെസ്റ്റ് മാർഗം ഈശോയുടെ വഴികളാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്ക് നീ ഒരു ഉത്തരമായി തീരുക. കാരണമല്ല, ഉത്തരമായി തീരുക. നിന്റെ കർത്താവ് എടുത്ത് ഉയർത്തും. നമുക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മധ്യയുള്ളതിൻ്റെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈശോയെ, ഈ വ്യക്തി അനേകരുടെ സങ്കടങ്ങൾക്ക് ഉത്തരമായി തീരട്ടെ എന്ന് നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. സകലവിധ നന്മകൾ കൊണ്ട് നിറയപ്പെടായിട്ട് വരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിന, നീ എൻ്റെ സർവ്വം എല്ലാറ്റിനും, നീ എൻ്റെ സർവ്വം.